ഇപ്പോഴാണ് വണ്ടി പോകാൻ പറ്റാതെ. ഇതെന്താ സംഭവം? എന്താ ഇവിടെ പൊട്ടിയത്? ഞങ്ങള് കൊറേ കൊല്ലം ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണ്. ഞങ്ങൾക്ക് അറിയാം ഈ റോഡ്. ഇപ്പോഴാണ് ഇത് വൃത്തികേടായത്. എവിടെ പൊളിഞ്ഞത്? ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണ് ഭായ്. ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണ്. കോൺട്രാക്ടർ ആരാ? നിങ്ങളാരാ വിളിച്ചേ? ഒരു കുണ്ടും കുയ്യും ഒരു സ്ക്രാച്ചോ ഒന്നുമില്ലാത്ത റോട്ടുമ്പോ കൂടെ ധാറിടണ്. എന്തിനാണ് ഇതെന്ന് മനസ്സിലാവണില്ല. ഒരു കുഴപ്പമില്ല. ഇവിടെ ഇപ്പോഴാണ് ഇത് അലമ്പും വൃത്തികേടുമായത്. ഇപ്പൊ വണ്ടി ഓടിക്കാനും പറ്റണില്ല. വണ്ടി കിടന്ന് ചാടണം. കൊച്ചിട്ട് എന്തിനാണ് ഇവിടെ ടാർ ചെയ്യേണ്ടത്? എന്തിനാണ് ഇവിടെ ടാർ ചെയ്യേണ്ടത്? ഒരു കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത റോഡല്ലേ? ഇതോ ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തിനെങ്ങനെ ചെയ്യണേ? റോഡാകെ മോശമാണത്. ഇപ്പോഴല്ലേ വണ്ടി ഓടിക്കാൻ പറ്റാതെ ഇരിക്കണേ. എത്രയോ റോഡ് പൊളിഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ട്രാവൽ ചെയ്യുന്ന റോഡാണുള്ളത്. കോൺട്രാക്ടർ നമ്പർ ഉണ്ടോ? കോൺട്രാക്ടർ നമ്പർ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത ഇപ്പോഴല്ല റോഡാണ് ബുദ്ധിമുട്ടായത്. ഒരു ആരില്ലാതെ ആരെ പറഞ്ഞാൽ മതി. പണി എടുക്കുമ്പോൾ ഇപ്പോഴല്ല വണ്ടി ആകെ ഇപ്പോഴാണ് ആകെ തട്ടിമുട്ടി ഇങ്ങനെ ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ള ആൾക്കാരാണ്. എന്ത് ബാച്ച്? ഇതാണോ ബാച്ച്? ഇതിനെക്കാട്ടി ബാച്ച് വർക്കുള്ള എന്തോരം റോഡുകളുണ്ട്. രണ്ട് ഭാഗമാക്കിയാണ്ട് പഴയ ഫണ്ട് ഉണ്ടാവില്ലേ? പഴയ പാസ്സായി കിടക്കുന്ന ഫണ്ട് ഉണ്ടാവുമല്ലോ. ആ ഫണ്ട് പോലും ഫുള്ള് തീർക്കേണ്ടി വരും. അപ്പൊ അതിനും വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. ഇത് നമ്മളെ കോട്ടക്കൽ പുത്തൂര് ബൈപ്പാസ് റോഡാണ് ഈ കാണുന്നത്. ഇതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു ഇതിന്. ഇപ്പൊ കണ്ട ഓരോ പാച്ച് വർക്ക്, ഇത് അവിടെയൊക്കെ പാച്ച് വർക്ക്, ഒരു കാര്യമില്ലാതെ. ഇപ്പോഴാണ് ഈ പാച്ച് വർക്ക് ചെയ്ത സമയത്താണ് ഇപ്പൊ നമുക്ക് ഇത് ഒന്നും കൂടെ ബുദ്ധിമുട്ടായി തോന്നുന്നത് ഈ കൂടെ വണ്ടിയായിട്ട് പോകാൻ. ഇന്നലെ വരെ ഒരു പ്രശ്നമില്ല. വെറുതെ ഇപ്പം ഞങ്ങൾ ചോദിച്ചവരോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അവരൊന്നും പറയണില്ല. അവരോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓൽക്കറിയില്ല. അവരോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് അപ്പം ചെയ്തെന്നാണ് അവരെ ഉത്തരം. ഇത് നോക്കി റോഡിന് ഒരു പ്രശ്നമില്ല. നല്ല റോഡാണ്. വെറുതെ വന്നിട്ട് സെൻറ്ററിലും സൈഡിലൊക്കെ ആയിട്ട് പാച്ച് വർക്ക് എന്നുള്ള പേരിൽ ഒരിത്. ഇനി വേറെ റോഡ് കാണിച്ചു തരാം. ഈ കോട്ടക്കൽ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വേറെ റോഡ് ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റോഡിൽ ചെയ്തുകൂടെ? അത് നല്ലൊരു ഉപകാരമല്ലേ? ഇതാ ഇവരാണ് വർക്ക് ഇങ്ങനെ ചെയ്യണത്. ഒരു കാര്യമില്ല ഈ പാച്ച് വർക്ക് ഉണ്ടെന്ന് ഒരു കാര്യം ഇപ്പോൾ ഈ പുത്തൂര് ബൈപ്പാസ് റോഡിനില്ല. ഇപ്പോഴാണ് കൂടുതൽ ഒരു ഇത് ഫീൽ ചെയ്യണത്, ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യണത്. ഇപ്പോൾ ഒരു ഇത് ഇന്നലെ വരെ ഒരു പ്രശ്നമില്ലായിരുന്നു ഈ റോഡിനൊന്നും. നമ്മൾ എന്നും പോകണതാണ്. ഇന്ന് വെറുതെ രാവിലെ വന്നപ്പോൾ തൊട്ട് ഇവിടെ പാച്ച് വർക്കിങ്. അങ്ങനെ പാച്ച് വർക്കിങ് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആകെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കോട്ടക്കൽ സിറ്റിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട്.